കൂട്ടുകാർ വന്നതിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ എല്ലാം നല്ലവർ വരട്ടെ, നല്ല വരുന്നതാണ് ചിന്തിക്കാൻ. വികസനം വേണം, നാട് നന്നാവണം. അത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം അതിശക്തന്മാരായിട്ടുള്ള ആൾക്കാരല്ലേ എല്ലാത്തിനകത്തും. ആരും ആരെയും മോശക്കാരല്ലല്ലോ. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും എല്ലാം നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. ഓക്കെ, കൂട്ടം നല്ല പ്രവർത്തനമായിരുന്നു. ഇപ്പോൾ സമയദോഷം കൊണ്ട് അങ്ങനെ പലതും കേൾക്കുന്നു. പക്ഷെ അതൊന്നും സത്യമല്ല ആവാതിരിക്കട്ടെ. ഓരോ ദിവസവും ഓരോന്നായിട്ടല്ലേ വന്നുകൊണ്ടിരുന്നത്. ആഴ്ചക്കാഴ്ചയ്ക്ക് പുതിയ പുതിയ സീരിയലിൽ എപ്പിസോഡ് വരുന്ന പോലെ വന്നുകൊണ്ടിരുന്നതല്ലേ. തീർച്ചയായും ഞങ്ങളെല്ലാം വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് ഈ ലെവലിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നെയല്ലേ അവമാനം. ഞങ്ങൾക്ക് എന്തായാലും അതിൽ വിഷമമുണ്ട്. രാഹുലിൻ്റെ ഒപ്പം തന്നെയാണ്. കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പോഴും രാഹുലിൻ്റെ ഒപ്പം. പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ വരാനാണ് ചാൻസ്. അവർ വരണം. കാരണം അവർ പല മണ്ഡലങ്ങളിൽ നിന്നിട്ട് വോട്ട് അവരുടെ ഉണ്ടായിരുന്ന വോട്ടിനേക്കാൾ ഡബിളാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇവിടെ എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ്. പക്ഷേ 3ാം സ്ഥാനത്ത് വരാനാണ് ചാൻസ്. UDF മാത്രമല്ല, LDF BJP എല്ലാ രാഷ്ട്രീയത്തിലുള്ളതാണ്. അവർ ചതിക്കാൻ ഏതായി പെൺവിഷയം കിട്ടുക എന്നുള്ളതിന് ആദ്യം നോക്കുക. അതിലാണല്ലോ വോട്ടുകൾ പറയുന്നത്. സ്ത്രീകളുടെ ആണല്ലോ വോട്ടുകളാണല്ലോ വിജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നത്. അവർ പരിശ്രമിച്ചോട്ടെ, പക്ഷേ വോട്ട് UDF. ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. നമ്മൾ ജയിക്കും പറഞ്ഞാൽ കണ്ടറിഞ്ഞ് നോക്കണം. എന്നാലും എന്താ തോന്നുന്നത്, ആര് ജയിക്കുന്ന തോന്നുമ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. എന്നാലും തൂക്കൊക്കെ ഒരേ മാതിരി തൂക്കം കാണുന്നു ഇവിടെ. ഏത് തൂക്കം ജയിക്കാൻ നമ്മൾ പറയാൻ പറ്റില്ല. ഇവിടെ അധികം വർഷം മറ്റേ പഴയ പാർട്ടിന് ജയിക്കാൻ സാധ്യതയുള്ളൂ. അതെ, സാധ്യത കാണുന്നത്. ഇനി വേറെ എങ്ങനെ പറയാൻ പറ്റില്ല. നല്ല സ്ഥാനാർത്ഥിയാണോ UDF സ്ഥാനാർത്ഥിയും വേറെ സ്ഥാനാർത്ഥി ഇവിടെ കുളിച്ച് കുളം കെടുത്ത് പോയതല്ലേ. അപ്പോൾ അത് നോക്കി ഞാൻ ജയിക്കും. മറ്റേ സ്ഥാനാർത്ഥി നന്നായിട്ടപ്പോൾ ജയിച്ചിരുന്നു. ഇനി നമ്മൾ പറയാൻ പറ്റില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തെ വിഷയത്തിൽ പാലക്കാടുകാർക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നോ? അതന്നെ ഈ ഇതിൻ്റെ വലിയ വിഷമം കച്ചാലൊക്കെ എല്ലാവർക്കും കുറച്ച് വിഷമമുണ്ട്. ആൾ നല്ല വ്യക്തിയൊക്കെ ഇല്ല പറയുന്നില്ല. ജയിക്കാൻ സാധ്യതയുണ്ട് കൂടിയൊക്കെ. ഇത്രയും പറയാനുള്ളൂ കേട്ടോ. പിഷാരടി നല്ല സ്ഥാനാർത്ഥിയാണോ രാഹുലിനെ പോലെ? നല്ല സ്ഥാനാർത്ഥി, ചെറുപ്പക്കാരനല്ലേ. അപ്പോൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ശോഭാ സുരേന്ദ്രൻ എങ്ങനെ? അതും ജയിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടും ഈക്വലായിരിക്കും. ഇഞ്ചോടിഞ്ച് മത്സരമാണ്. 5 മനസ്സിലായി. ഇത്തവണ പാലക്കാട് ആര് പിടിക്കും? UDF ഭരിക്കും. എന്തുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസ് പറയുന്നത്? പോയ പ്രാവശ്യം 18,840 വോട്ടിന് ജയിച്ചതാണ്. ഇപ്രാവശ്യം അതേമാതിരി ഒരു 15,000 20,000 വോട്ടിനുള്ളിൽ ജയിക്കും. പക്ഷേ BJP ശോഭനെ ഇറക്കി പിടിക്കാനുള്ളൊരു ശ്രമമാണല്ലോ. അത് നടക്കില്ല. പക്ഷേ അവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാലക്കാടുകാർ കുറച്ച് അസ്വസ്ഥരാണ്, അതുകൊണ്ട് വോട്ട് കിട്ടുന്നതാണ്. അതൊന്നും ശരിയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാലക്കാടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. രാഹുലിനൊപ്പം തന്നെയാണ്. രാഹുലിൻ്റെ ഒപ്പം തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പോഴും രാഹുലിൻ്റെ ഒപ്പം ഉണ്ട്. ആ സ്നേഹം തന്നെ പിഷാരടി ഉണ്ടെന്നാണോ? പിഷാരടി വരും. പിഷാരടി ജയിക്കുന്നുള്ള ഇത്ര കോൺഫിഡൻസിൽ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ പലരും പറയുന്ന ഒരു സിനിമാ പ്രവർത്തകനല്ലേ, പാലക്കാടുകാർ എത്രത്തോളം സ്വീകരിക്കുന്ന അറിയില്ല എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? പലതും പറയും. ചേട്ടാ, ഇത്തവണ പാലക്കാട് ആര് വരും? പാലക്കാട് കൺഫേമാണ്. UDF വരുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസ്? UDF വരുന്നതുകൊണ്ട് അവരെ പ്രവർത്തന രീതി അങ്ങനെയാണ്. വികസനത്തിൽ മുൻനിർത്തിക്കൊണ്ടാണ് അവർ വോട്ട് ചോദിക്കുന്നത്. പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർ ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് UDF ആൾക്കാർ നിൽക്കാൻ കാരണം. പ്രവർത്തിക്കുന്നതേ പറയുള്ളൂ, പറയുന്നതേ പ്രവർത്തിക്കുള്ളൂ. പക്ഷേ ശോഭാ സുരേന്ദ്രനെ ഇറക്കി ഇത്തവണ പാലക്കാട് പിടിക്കാനാണല്ലോ BJPയുടെ ഒരു ശ്രമം. അവർ പരിശ്രമിച്ചോട്ടെ, പക്ഷേ വോട്ട് UDF. ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം ജനങ്ങളുടെ മനസ്സിൽ UDF കുറിച്ച് നല്ല ബോധമുള്ള ആൾക്കാരാണ്. പാലക്കാട് UDF മണ്ഡലം വിട്ടു പോകില്ല. കാരണം അങ്ങനത്തെ പ്രവർത്തനമാണ് ഷാഫി പറമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രവർത്തനം ഇപ്പോഴും ഉണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ചെറിയൊരു മുഖ്യമന്ത്രിയുടെ ഇതുകൊണ്ട് സംഭവിച്ചു പോയെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ യഥാർത്ഥ കള്ളി എന്താണ് എന്നുള്ളത് പത്രമാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തെ വിഷയത്തിൽ ഈ വന്ന വാർത്തകളൊന്നും പാലക്കാടുകാരെ വിശ്വസിക്കുന്നില്ല എന്നാണ്? ആ കാര്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ള ഗണേഷ് കുമാറിൻ്റെ ആരോപണം ഉണ്ടല്ലോ, അത് വ്യക്തമായിട്ടുള്ള തെളിഞ്ഞ കാര്യങ്ങളാണ്. സ്വന്തം ഭാര്യയാണ് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. ആ കംപ്ലൈൻറ്റ് നിലനിൽക്കെ തന്നെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തതിൻ്റെ കാരണം ആ പാർട്ടി സംരക്ഷിക്കുന്നതുകൊണ്ടല്ലേ. ഞങ്ങൾ അങ്ങനെയല്ല നിലപാടെടുത്ത്. UDF നിലപാടെടുത്താൽ അങ്ങനെ ഒരു ആരോപണം കേട്ടപ്പോൾ അപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തില്ലേ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ. അതാണ് UDF. ആ UDF തകർക്കാൻ ഒരു പാർട്ടി കൊണ്ട് സാധ്യമല്ല. ഇത്തവണ പാലക്കാട് ആര് പിടിക്കും?
രമേശ് പിഷാരടി പിടിക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷേ മൊത്തത്തിൽ BJP ഭയങ്കര കോൺഫിഡൻസിലാണല്ലോ. അത് എന്തായാലും കോൺഗ്രസ് ജയിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. BJP സെക്കൻഡ് വരാനേ ചാൻസ് ഉള്ളൂ എന്നാണ് തോന്നുന്നത്. എങ്ങനെയുണ്ട് LDF സ്ഥാനാർത്ഥി എങ്ങനെ പൊതുവിൽ മണ്ഡലത്തിൽ പരിചയമില്ലാത്തവരാണോ? ഇവിടെ എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ്, പക്ഷേ 3ാം സ്ഥാനത്ത് വരാനേ ചാൻസ് ഉള്ളൂ എന്ന് തോന്നുന്നു. എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എത്തരത്തിലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ ഇപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം ഇവിടെ ആരും അങ്ങനെ ചർച്ച ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. ഞാനങ്ങനെ കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അത് വലിയ പ്രശ്നമാവുമെന്ന്. പാലക്കാട് ഇത്തവണ ആർക്കൊപ്പായി? തീർച്ചയായും BJPക്കൊപ്പം തന്നെ ആയിരിക്കും. ശോഭ സുരേന്ദ്രൻ എങ്ങനെ നല്ല പ്രചാരണം നടത്തുന്നുണ്ടോ? നല്ല സ്ഥാനാർത്ഥിയായിട്ട് തോന്നിയോ? പ്രചാരണം നടത്തുന്നുണ്ടോ, അവരെന്ത് ചെയ്യുന്നുണ്ടോ എന്നല്ല, ഇവിടെ അവർക്ക് പറഞ്ഞിട്ടൊരു വ്യക്തിക്കൊരു സ്ഥാനമുണ്ട്. അത് പോയ പ്രാവശ്യം അവർ ഈ രാഷ്ട്രീയ കളി കൊണ്ട് മാറിയതാണ്. അത് ഇപ്രാവശ്യം ഉണ്ടാവില്ല. പക്ഷെ കോൺഗ്രസ് ഭയങ്കര കോൺഫിഡൻസിലാണല്ലോ. അത് കോൺഫിഡൻസ് എല്ലാ സ്ഥാനാർത്ഥിക്കും ഉണ്ടാവുമല്ലോ. ഒരാൾ മാത്രമല്ല, എല്ലാ UDFനും ഉണ്ടാവും, LDFനും BJPക്കും എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ടാവും. ഇപ്പോൾ ഷാഫിയുടെ അടക്കം പിന്തുണയോടെയാണ് ഇപ്പോൾ പിഷാരടി വന്നിട്ടുള്ളത്. അതൊരിക്കലും അതെന്താണെന്ന് നമ്മൾക്കറിയില്ല. ഈ രാഹുൽ മങ്കുടത്തിൽ വിഷയം കോൺഗ്രസിനോട് തിരിച്ചടിയുണ്ടോ? പാലക്കാട് ഷാഫി പറമ്പിലാണ് മൂപ്പരെ കൊണ്ടുവന്നതെന്നുള്ളത് എങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ? അതിന് രാഷ്ട്രീയം അവർ ഒരുപാടുണ്ടല്ലോ. ഈ ഷാഫി മാത്രമല്ലല്ലോ രാഷ്ട്രീയം, അതിന് മേലെയുണ്ടല്ലോ ആൾക്കാർ, അവരും ആയിരിക്കുമല്ലോ. അത് തന്നെയാണ്. അല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എത്തരത്തിലെങ്കിലും കോൺഗ്രസിനോട് തിരിച്ചടിയാവും? അതിനെക്കുറിച്ച് അറിയില്ല. പാലക്കാട് ഒരു മൊത്തത്തിലൊരു സങ്കടം ഉണ്ടായിരുന്നു ആ സമയത്ത്, ആ വാർത്തകളൊക്കെ വന്നത്. ഇത് എല്ലാ രാഷ്ട്രീയത്തിലുള്ളതാണ്. UDFിൽ മാത്രമല്ല, LDFിലല്ല, BJPയിലെ എല്ലാ രാഷ്ട്രീയത്തിലുള്ളതാണ്. അവർ ചതിക്കാൻ ഈ പെൺവിഷയം കിട്ടുക എന്നുള്ളതിന് ആദ്യം നോക്കുക. അതിലാണല്ലോ വോട്ടുകൾ പറയുന്നത്, സ്ത്രീകളുടെയാണല്ലോ വോട്ടുകളാണല്ലോ വിജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നത്. അത് തന്നെയാണ് പ്രശ്നം. ഇത്തവണ പാലക്കാട് ഒരു ഭരണമാറ്റം ഉണ്ടാവും? തീർച്ചയായിട്ടും. ആരധികാരത്തിൽ വരണ സാധ്യത? അധികാരത്തിൽ പറഞ്ഞാൽ അവിടെ സ്റ്റേറ്റ് ലെവലിൽ ആര് വരുമെന്ന് അറിയില്ല. പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ വരാനാണ് ചാൻസ്. അവർ വരണം. കാരണം അവർ പല മണ്ഡലങ്ങളിൽ നിന്നിട്ട് വോട്ട് അവരുടെ ഉണ്ടായിരുന്ന വോട്ടിനേക്കാൾ ഡബിളാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. കുറേ കാലമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആരും ഇല്ലാതായി കഴിഞ്ഞാൽ ആരെങ്കിലും പിടിച്ച് നിർത്തുക എന്നുള്ള രീതിയിൽ കൊണ്ട് പിഷാരടി നിർത്തിയിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കോൺഗ്രസ്സുകാരൻ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ ഇവിടെ നിന്ന് വോട്ട് ചോദിക്കാൻ പറ്റില്ല. അതിന് പകരം കുറച്ച് സിനി ഫീൽഡിലൊക്കെ ഉള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് ഒന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് പുള്ളിയെ നിർത്തിയിരിക്കുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ശരിക്കും പറഞ്ഞാൽ പാലക്കാടുകാർക്ക് ഭയങ്കര ഒരു പ്രശ്നം ആയോ ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്കുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ബാക്കി പല ഭാഗങ്ങളിലും അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഓരോ ദിവസം ഓരോന്നായിട്ടല്ലേ വന്നുകൊണ്ടിരുന്നത്. ആഴ്ചക്കാഴ്ചയ്ക്ക് പുതിയ സീരിയലിൽ എപ്പിസോഡ് വരുന്ന പോലെ വന്നുകൊണ്ടിരുന്നതല്ലേ. തീർച്ചയായും ഞങ്ങളെല്ലാം വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് ഈ ലെവലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെയല്ലേ അവമാനം. ഞങ്ങൾക്ക് എന്തായാലും അതിൽ വിഷമമുണ്ട്. അയാൾ ജനപ്രതിനിധി ആവുന്നതിന് മുമ്പ് ചെയ്ത പരിപാടിയല്ലേ. അപ്പോൾ പിന്നെ ഇനി ശ്രദ്ധിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ സമയത്ത് അയാൾ ചെയ്യാൻ പാടില്ലാത്തൊക്കെ ചെയ്തു. ഇവർ ജയിച്ച് വന്നപ്പോൾ അവർ അതിന് റിവെഞ്ച് എടുത്തു, അത്രേ ഉള്ളൂ. പാലക്കാടുകാർ അതിനൊരു മറുപടി ആയിരിക്കും നൽകാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഉണ്ടാവും, യാതൊരു സംശയമില്ല. ഏകദേശം അതൊന്നും പറയാൻ പറ്റത്തില്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരേ രീതിയിൽ മത്സരിക്കുന്ന സ്ഥലം തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു ആയാലും വരും. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി അത്ര പരിചിതമില്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അത്ര ശക്തനല്ല എന്നുള്ള. ഇല്ല, അതിനകത്തൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരാനില്ല. എല്ലാവർക്കും എല്ലാം അറിയാം. എല്ലാവരും അതനുസരിച്ചൊക്കെ പ്രവർത്തിക്കും. ഇപ്പോൾ വോട്ട് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കും. സ്ഥാനാർത്ഥികൾ കേരളത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാവർക്കും അറിയാം. കേരളത്തിലുള്ള മലയാളികൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവരതിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കും. പാലക്കാട് ഒരു ഭരണമാറ്റം ഉണ്ടാവുമോ? പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഈ തരംഗം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പാലക്കാട്ടുകാർക്കൊരു വിഷമമായോ? അതിനെക്കുറിച്ച് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും നേരത്തെയൊക്കെ കോൺഗ്രസിനെ ഒരുപാട് സ്നേഹിച്ചല്ലേ ഷാഫി പറമ്പിലിനെയൊക്കെ ജയിപ്പിച്ചതും ഒക്കെ ഇതായത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചാണ് മാങ്കൂട്ടത്തിനെയും ജയിപ്പിച്ച് വിടുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് ചാടും വരുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചില്ല. ആർക്കും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണമായിരുന്നു. അങ്ങനെ തോന്നിയോ? അതങ്ങനെ ആർക്കും പറ്റത്തില്ലല്ലോ, ശ്രദ്ധിക്കാനും എടുക്കാനും. ആർക്ക് എവിടെയൊക്കെ അപകടങ്ങൾ പറ്റുന്നേ എങ്ങനെയൊക്കെ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. രാഹുലിനൊരു അനുകൂല തരംഗം ഉണ്ടോ ശരിക്കും പാലക്കാട്? ഇപ്പോഴും ആൾക്കാരൊപ്പം നിൽക്കുന്നുണ്ട് രാഹുലിൻ്റെ എന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല. ഇനിയും ഭരണമാറ്റവും വരാം. ഭരണമാറ്റത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാവുന്നതേ ഉള്ളൂ. പിഷാരടി ഒരു ശക്തനാണ്, രാഹുലിന് ഒപ്പം തന്നെയുള്ള ഒരാളാണെന്ന് തോന്നുന്നില്ല. അത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം അതിശക്തന്മാരായിട്ടുള്ള ആൾക്കാരല്ലേ എല്ലാത്തിനകത്തും. ആരെയും മോശക്കാരല്ലല്ലോ. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും എല്ലാം നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു.
ആര് വരാനാ സാധ്യത? അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും നിലവിലൊരു സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ ഞാൻ പറയാ, എനിക്ക് തന്നെ അറിയില്ല. ആരധികാരത്തിൽ വരും? എനിക്ക് തോന്നുന്നു ശോഭാ സുരേന്ദ്രനാണെങ്കിൽ വരാൻ സാധ്യത ഉണ്ടെന്നാണ്. അതല്ലെങ്കിൽ തുഷാർ ശോഭയ്ക്ക് എങ്ങനെ നല്ല പ്രചാരണം നടത്തുന്നുണ്ടോ BJP? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ആയാലല്ലേ അറിയുള്ളൂ. പാലക്കാട് ഒരു ഭരണമാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. പിഷാരടി നല്ലൊരു സ്ഥാനാർത്ഥിയാണോ കോൺഗ്രസിന്റെ നിർത്തിയത്? രാഷ്ട്രീയ പരിചയം ഇല്ല എന്നുള്ളത് ഒരു വെല്ലുവിളിയാകുമോ? ആ, അങ്ങനെ പറയില്ല. ജനങ്ങളെന്താ ചിന്തിക്കണേന്ന് നമുക്ക് അറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഇപ്പോഴും ഒരു തരംഗം മോശപ്പേര് വരുത്തിയല്ലോ. നല്ല കിട്ടിയിരുന്നു, പക്ഷെ അതൊരു മോശപ്പേര് വന്നപ്പോൾ എല്ലാവരുടെ മനസ്സിലും അതുണ്ടല്ലോ. അത് പാലക്കാട്ടുകാർക്ക് അതൊരു വിഷമമായോ? വിഷമമുണ്ടല്ലോ. സ്ത്രീകൾക്കൊക്കെ എന്തായാലും ഒരു മോശമല്ല. അങ്ങനത്തെ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു, ചെയ്യാൻ പാടില്ലാത്ത തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു നല്ല പേര് വരണ്ടേ. വന്ന് പുതുക്കത്തിലാണല്ലോ. അപ്പോഴൊക്കെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പിന്നീട് കൂടുതൽ ഇതാവുമ്പോൾ എന്തെല്ലാം ശ്രമിക്കുന്നുള്ളത്. ആരായിരിക്കും വരിക? സംശയം എന്താ, നമ്മുടെ പിഷാരടി തന്നെ 100%. പ്രചാരണമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ BJPക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ ജയിക്കുന്നത്. നമ്മൾ വിട്ടുകൊടുത്തിട്ട് വേണ്ട അവർ ജയിക്കണമെങ്കിൽ. ഓക്കെ, വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. എന്ത് വില കൊടുത്ത് നമുക്ക് തിരിച്ചു പിടിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു തരംഗം ഇവിടെ ഉണ്ടോ ശരിക്കും? രാഹുൽ മാങ്കൂട്ടം നല്ല പ്രവർത്തനമായിരുന്നു. ഇപ്പോൾ സമയദോഷം കൊണ്ട് അങ്ങനെ പലതും കേൾക്കുന്നു. പക്ഷെ അതൊന്നും സത്യമല്ല ആവാതിരിക്കട്ടെ, അതാണ് ആശംസിക്കുന്നത്. ഓക്കെ, പൊതുവിൽ പിഷാരടി പ്രചാരണമൊക്കെ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? കുഴപ്പമില്ല, നല്ലൊരു വ്യക്തിയാണെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ പ്രവർത്തനമല്ലേ, അവരുടെ കയ്യിലല്ലേ. നല്ല രീതിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആര് വരും എന്ന് തോന്നുന്നു ഇത്തവണ? പിഷാരടി തന്നെയാണ് വരാൻ സാധ്യത എല്ലാം കൊണ്ടും. കാരണം നല്ലൊരു പ്രവർത്തകനാണ് എന്ന് നമുക്ക് നേരത്തെ തന്നെ അഭിപ്രായമുണ്ട്. കോൺഗ്രസ് ഇത്തവണ നിലനിർത്തും എന്നാണോ പറയുന്നത്? നിലനിർത്തും തീർച്ചയായും. BJPക്ക് ഒരു സാധ്യതയില്ല? സാധ്യത കുറവാണ്. അപ്പോൾ എങ്ങനെയുണ്ട് LDF സ്ഥാനാർത്ഥിനെ കുറിച്ച്? ഇങ്ങനെ എങ്ങനെയുണ്ട്? പോരാ. നമുക്ക് കാരണം സുരക്ഷിതത്വമാണ് ആവശ്യം, ജനങ്ങളുടെ സുരക്ഷിതത്വം. ഇന്ന് എവിടെ നോക്കിയാലും മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്നൊരു സമ്പ്രദായം കള്ളന്മാരെ കൊണ്ടും എല്ലാം കൊണ്ടും തന്നെ അരക്ഷിതാവസ്ഥയാണ്. ഇപ്പം അതിൻ്റെ എല്ലാം നമുക്കൊരു സുരക്ഷിതാവസ്ഥ വേണമെങ്കിലും നാട്ടിൻ്റെ വികസനത്തിനും എല്ലാം കൊണ്ടും കോൺഗ്രസ് തന്നെ വരണം. ചേട്ടാ, ഇത്തവണ പാലക്കാട് ആര് വരുന്ന തോന്നുന്നത്? അതെങ്ങനെ പറയുക, എന്നാലും നിലവിലൊരു സ്ഥിതി അനുസരിച്ച് അത് പറയാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ആര് വരുന്നൊന്നും അറിയില്ല. ഒരു തുടർഭരണം ഉണ്ടാവുമോ? തുടർഭരണം ഉണ്ടാവുമോ? അത് ചിലപ്പോൾ മാറും. ചേട്ടാ, ഇത്തവണ പാലക്കാട് ആര് വരുന്ന തോന്നുന്നു? പാലക്കാട് ആര് വരണമെന്ന് വെച്ചാൽ അപ്പോൾ ഒരു കൂട്ടുകാർ വന്നതിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ എല്ലാം നല്ലവർ വരട്ടെ, നല്ല വരുന്നതാണ് ചിന്തിക്കണം. വികസനം വേണം, നാട് നന്നാവണം, ജനങ്ങൾക്ക് വേണ്ടി എന്ത് വേണം, ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം ഭരിക്കൽ. കാരണം പിന്നെ ഇപ്പോൾ തുടർ ഭരണം വരും എന്നുള്ളതാണ് ഒരു 80%. കാരണം വികസനങ്ങളുണ്ട്, പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊന്നും ഇപ്പോൾ ഒരു മുടങ്ങിയിട്ടില്ല. പിന്നെ ഏത് വിഷയത്തെയും പിന്നെ ഇപ്പോൾ വിമർശനങ്ങൾ ഒരുപാടുണ്ട്. ഏത് ഭരണമാകുമ്പോഴും വിമർശനങ്ങളുണ്ടാവും, അത് സ്വാഭാവികമാണ്. LDF സ്ഥാനാർത്ഥിന് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ എന്താ ചോദിച്ചാൽ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ കൂടുതൽ ഇതിലിപ്പോൾ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവിടെ ഞാൻ കാണുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വിഭാഗത്തിന് പറയില്ല, ഇവിടത്തെ സംബന്ധിച്ച്. ശോഭ എങ്ങനെയുണ്ട്? ശോഭാ സുരേന്ദ്രൻ കുഴപ്പമൊന്നുമില്ല, വന്നാലൊക്കെ മെച്ചം തന്നെ. അപ്പോൾ ആര് വന്നാലും ഇവിടെ എന്ത് ചെയ്യണം, നാടിന് വേണ്ടിയിട്ടായിരിക്കണം. ഒക്കെ പറച്ചിൽ മാത്രമല്ല, എല്ലാവരും നല്ല തന്നെയല്ലേ പറയുള്ളൂ, ആരും മോശമാക്കി പറയില്ലല്ലോ. വിഷയം പാലക്കാട് വിഷമം അപ്പോൾ ഒരു 70% ആൾക്കാരൊക്കെ ഒന്നും നല്ല വാക്കല്ല കിട്ടിക്കണത്. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം അങ്ങനത്തെ വേറെ വിഷയങ്ങളൊക്കെ അവരൊക്കെ ഈ ജനവിധി നേടി ജനങ്ങൾക്ക് വേണ്ടി വന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ കാണുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ആർക്കാരും ഇതുണ്ടാവില്ല. അപ്പോൾ അതിനിപ്പോൾ ഇവർക്ക് തിരിച്ചടി ആകുമെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും സാധ്യത കാണുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരുപാട് ജനങ്ങളോട് ബന്ധപ്പെടുമ്പോൾ അതാണ് കാണുന്നത്. ഇനി വരാതിരിക്കട്ടെ, ആരും നല്ല സ്ഥാനാർത്ഥി വരട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഭരണത്തെ കുറിച്ചിട്ട് പറയുന്നത് വലിയ മോശപ്പെട്ട ഭരണമായിട്ട് നമുക്ക് ഈ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും നല്ല ഭരണമായിട്ടാണ് നമ്മളെ കാഴ്ചപ്പാടിൽ കാണുന്നത്. കാരണം വികസനങ്ങളായാലും ഇപ്പോൾ ഈ
നമ്മളിപ്പോൾ വയനാട് പിന്നെ റോഡിൻ്റെ കാര്യങ്ങളായാലും എന്തും കാണുമ്പോൾ അതിനെ സ്വാഭാവികമായിട്ട് തോന്നുന്നത് അത്രേ പറയാനുള്ളൂ